നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കലാലയങ്ങളിലെ SFIയുടെ ഗുണ്ടാ മുറികൾ, ഇടിമുറികൾ ഇടിച്ച് തകർക്കും. ഇത് VD സതീശനാണ്. കേരളം ഭരിക്കുന്നത് VDS ആണ്. അത് ഓർമ്മയിലിരിക്കട്ടെ. സത്യപ്രതിജ്ഞാ വേദിയിൽ KSUക്കാരുടെ ഒരു ഉഗ്രൻ പ്രഖ്യാപനമായിരുന്നു ഇത്. ഒരു 10 വർഷക്കാലം KSU യൂത്ത് കോൺഗ്രസുകാർ പിണറായി പോലീസിന്റെ അടികൊണ്ട് ചോര തുപ്പിയ ചരിത്രമായിരുന്നല്ലോ ഇവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ അത് മറക്കില്ല, മറന്നിട്ടുമില്ല, ഇനിയൊട്ടും മറക്കുകയുമില്ല എന്നാണ് KSU പ്രവർത്തകർ, KSU പിള്ളേര് ആ വേദിയിൽ നിന്നുകൊണ്ട് പ്രഖ്യാപനം നടത്തിയത്. കലാലയങ്ങളിലൊക്കെ SFIയുടെയും DYFIയുടെയും ഗുണ്ടാ വിളയാട്ടമായിരുന്നു. ഈ ക്രിമിനൽ സംഘങ്ങളായിരുന്നു സർവകലാശാലകളിൽ ഉൾപ്പെടെ അപ്രമാദിത്വം ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ഇടിമുറികൾ ഉൾപ്പെടെ തകർക്കപ്പെടുകയാണെങ്കിൽ അത് വലിയൊരു പൊളിച്ചെഴുത്ത് തന്നെയാണ്. VD സതീശന്റെ നേതൃത്വത്തിൽ അത്തരമൊരു നീക്കം ഉണ്ടായാൽ വലിയ കയ്യടി കിട്ടും. കാരണം എത്രയോ പാവം പിടിച്ച പിള്ളേരാണ് ഈ ഇടിമുറികളിൽ കിടന്ന് ഇടികൊണ്ട് ചോര തുപ്പിയത്. എത്രയോ കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. എത്രയോ കുട്ടികളെയാണ് ഇവർ ഇടിച്ചു പദം വരുത്തി കൊലപ്പെടുത്തിയത്. അപ്പോൾ അതിനെല്ലാം അറുതി വരുത്താൻ VD സതീശന് കഴിഞ്ഞാൽ അത് വലിയൊരു പൊളിച്ചെഴുത്തും ശുദ്ധികലശവുമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതായി സർവകലാശാലകളിൽ ഈ ശുദ്ധികലശം ആവശ്യമാണ്. സംഘടനാ പ്രവർത്തനമൊക്കെ ആകാം, പക്ഷെ അതും കഴിഞ്ഞ് ക്രിമിനലിസത്തിലേക്ക് കടക്കരുത്. എന്നാൽ SFIയുടെ നേതൃത്വത്തിൽ പല സർവകലാശാലകളിലും മയക്കുമരുന്നൊഴുക്കും ഈ ഗുണ്ടായിസവും ഒക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഇക്കൂട്ടത്തിൽ SFIക്കാർ മാത്രമല്ല, ABVPയുടെയും KSUവിൻ്റെയും ഒക്കെ പ്രവർത്തകരുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. എന്തായാലും ഈ KSUക്കാർ ഇവിടെ നിന്ന് ഈ സത്യപ്രതിജ്ഞാ വേദിയിൽ നിന്നുകൊണ്ട് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ ഞങ്ങൾ തിരിച്ചടിക്കും, ഇനി ഞങ്ങളുടെ ഊഴമാണ്, ഒരു മയവും ഉണ്ടാകില്ല എന്ന് അവർ പറയുമ്പോൾ കണക്ക് വീട്ടാൻ ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനവും കൂടിയാണ്. ഞങ്ങൾ നേരിൻ്റെ വഴിയെ പോകും എന്നുള്ള ഈ KSU കുട്ടികളുടെ, ഈ പിള്ളേരുടെ ഒരു പ്രതികരണം ഉണ്ടല്ലോ, അതിൽ തന്നെ അവരുടെ ആവേശം എത്രത്തോളമാണ്. ഒരു 10 വർഷത്തെ കാത്തിരിപ്പാണ്. ഈ 10 വർഷവും തെരുവിൽ കിടന്ന് ചില്ലറ തല്ലൊന്നുമല്ല KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ നേരിട്ടിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരേ വേദിയിൽ സമരം നടക്കുമ്പോൾ SFIയും KSUവും ഒക്കെ തമ്മിൽ സമരം നടക്കുമ്പോഴും പിണറായി പോലീസ് SFIക്കാരെ താരാട്ടുപാടി എടുത്തുകൊണ്ട് പോകുന്നതും KSUക്കാരെ തല്ലിച്ചതയ്ക്കുന്നതിൻ്റെയും കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത് മാത്രമല്ല, മുഖ്യമന്ത്രി VD സതീശൻ തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നും മറക്കില്ല, ഒന്നും മറന്നു പോകുകയുമില്ല. ഞങ്ങളുടെ പൂർവികർ, ആ ഭരണാധികാരികൾ ചിലതൊക്കെ മറന്നിട്ടുണ്ടാകാം, പക്ഷേ ഞങ്ങളൊന്നും മറക്കില്ല. SFIയുടെയും KSUവിൻ്റെയും പിള്ളേർ തെരുവിൽ കിടന്ന് തല്ലുകൊണ്ടത് ഞങ്ങൾ മറക്കില്ല. അങ്ങനെ മറന്നാൽ അത് ആ പിള്ളേരെ മറക്കുന്നതിന് തുല്യമാണെന്നും ഞങ്ങൾ ശക്തമായി തന്നെ പ്രതികരിക്കും എന്ന് അന്ന് VD സതീശൻ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ ആ VD സതീശൻ മുഖ്യമന്ത്രിയാണ്. KSUവിനും യൂത്ത് കോൺഗ്രസിനുമൊക്കെ നീതി നടപ്പിലാകുമോ എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും KSU കൃത്യമായ ഒരു മറുപടിയാണ് SFIക്കും DYFI ഗുണ്ട ക്രിമിനൽ സംഘങ്ങൾക്കും കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾ തിരിച്ചടിക്കും, ഇത് ഞങ്ങളുടെ ഊഴമാണ് എന്നുള്ള അവരുടെ ആ ഒരു പ്രഖ്യാപനമുണ്ടല്ലോ, ഇനി ഞങ്ങൾക്ക് ശബ്ദിക്കാനുള്ള, ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള സമയമാണ് എന്നുള്ള അവരുടെ ആ പ്രഖ്യാപനം, അത് ഇനി ഭരണപക്ഷത്ത് ഞങ്ങളുണ്ട്, മുടയിറക്കാനാണ് ഭാവമെങ്കിൽ അടി ഉറപ്പാണ് എന്നുള്ള പ്രഖ്യാപനവും കൂടിയാണ്. എന്തായാലും VD സതീശന്റെ നേതൃത്വത്തിലുള്ള ടീം UDF ആണ് ഇനി മുൻപോട്ട് പോകുന്നത്, ഭരിക്കുന്നത്. ഞങ്ങൾ ടീമായി പ്രവർത്തിക്കും എന്നുള്ള UDFന്റെ ഈ ഒരു പ്രഖ്യാപനം, അതിനെ ആവേശത്തോടെ ഏറ്റെടുത്തിരിക്കുകയാണ് KSUക്കാരെല്ലാവരും. ഇനി കലാലയങ്ങളിൽ എന്ത് സംഭവിക്കും? ഈ ഇടിമുറികളും VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇടിച്ചു നിരത്തിയാൽ അതൊരു വലിയ പൊളിച്ചെഴുത്ത് തന്നെയാണ്, ഒരു ശുദ്ധികലശം തന്നെയാണെന്ന് പറയേണ്ടി വരും. നമുക്കറിയാം, പിണറായി വിജയന്റെ ഈ 10 വർഷക്കാലത്ത് ഈ SFI DYFI ക്രിമിനൽ സംഘത്തെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. അവരെ പിടിച്ചു കെട്ടാൻ VD സതീശന് കഴിയുമോ? കാത്തിരുന്ന് കാണാം. എന്തായാലും SFI സംഘത്തിന് മറുപടിയുമായി വന്ന KSUക്കാരുടെ ആ ഒരു ആഹ്ലാദവും ആവേശവും നമുക്കൊന്ന് കണ്ടു നോക്കാം. നമസ്കാരം, നമ്മളിപ്പോൾ കുറച്ച് KSUക്കാരുടെ കൂടെയാണ് നിൽക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ സമരമുഖത്ത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും അധികം മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ യൂത്ത് കോൺഗ്രസ് KSUക്കാരായിരിക്കും. പലപ്പോഴും നവകേരള യാത്ര സമയത്തൊക്കെ അവരെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ചെടിച്ചട്ടി കൊണ്ടും അതുപോലെ തന്നെ ഹെൽമെറ്റ് കൊണ്ടും ഒക്കെ തല തല്ലിപ്പൊളിച്ച ഒരു കാലം നമുക്കറിയാം. അപ്പോൾ KSUക്കാർക്ക് ഇന്ന് അവർക്ക് സംസാരിക്കാനുള്ള വോയിസ് ഉണ്ട്. VD സതീശൻ ഒരു വലിയ ബിംബമായി കേരളത്തിൽ
മാറുന്നു. അതിനോടൊപ്പം തന്നെ KSUക്കാർ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ്സുകാർ എല്ലാവരും ഒരു കരുത്താർജിക്കുന്ന സമയവും കൂടിയാണ്. മാത്രമല്ല VD സതീശൻ മുൻപ്, അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു സമയത്ത് VD സതീശൻ പറഞ്ഞിരുന്നു, ഞങ്ങളൊന്നും മറക്കില്ല, മുൻകാലത്തെ ഞങ്ങളുടെ ഭരണാധികാരികൾ ചിലതൊക്കെ മറന്നിട്ടുണ്ടാകാം, പക്ഷേ ഞങ്ങളൊന്നും മറക്കില്ല, ഞങ്ങളുടെ പിള്ളേരെ തല്ലിച്ചതച്ച ചോര തുപ്പിച്ച ആരെയും ഞങ്ങൾ മറക്കില്ല, അന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് VD സതീശൻ ഒരു മുന്നറിയിപ്പ് പോലെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു വോയിസ് ആണ് VD സതീശനിൽ നിന്ന് വന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് സമര രംഗത്തേക്ക് ഇറങ്ങി പിണറായി പോലീസിന്റെ ലാത്തിയുടെ ചൂടറിഞ്ഞവരാണ്. അപ്പോൾ ശരിക്കും ഇപ്പോൾ ഒരു സന്തോഷം തോന്നില്ല, ഒരു 10 വർഷത്തെ കാത്തിരിപ്പാണ്. ഒരു 10 വർഷമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും മുന്നിൽ നിൽക്കാം, പോലീസുകാർ അടിയുണ്ട്, എല്ലാവർക്കും തിരിച്ചൊരു പകരം ചോദിക്കാൻ ഇതൊക്കെ ആയിട്ടുള്ള നല്ല സന്തോഷമുണ്ട്. ഈ പകരം ചോദിക്കുക എന്നതിനപ്പുറത്തേക്ക് നീതി നടപ്പാകുന്നു എന്നുള്ളൊരു സന്തോഷമില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. എറണാകുളം എവിടെയായിരുന്നു? കൊല്ലം. ഇവരെല്ലാം VD സതീശന്റെ ആരാധകരാണോ? പാർട്ടിയാണ്, ആരാധകരുമാണ്, പാർട്ടിയുമാണ്. നമുക്കറിയാം ഗ്രൂപ്പ് ഉണ്ട്, പാർട്ടിയിൽ ഗ്രൂപ്പ് ഉണ്ട്, എങ്കിൽ തന്നെയും നമുക്ക് ടീം UDF എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പിന്നെ ചില വിള്ളലുകളും ചില പൊട്ടിത്തെറികളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെല്ലാം പരിഹരിച്ച് വീണ്ടും ഒരു ടീം UDF ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ 10 വർഷക്കാലം നിങ്ങൾ അനുഭവിച്ച ഒരുപാട് പീഡനങ്ങളുണ്ട്. അതിനൊക്കെ മറുപടി കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ പോലീസുകാരുടെ അടിയും ഇടിയും ഒക്കെ കൊള്ളുന്ന സമയത്ത് പോലും SFIക്കാരെ സംരക്ഷിച്ചുകൊണ്ട് അവരെ ഇല്ല താരാട്ടുപാടി എടുത്തുകൊണ്ട് പോകുന്ന ഒരു നിലപാടായിരുന്നു ഇവിടുത്തെ പോലീസിനുണ്ടായത്. അപ്പോൾ ഇപ്പോൾ അതിനെല്ലാം ഒരു മറുപടി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തിരിച്ച് ഇതേ പോലീസിനെ കൊണ്ട് തിരിച്ചു തല്ലിക്കുമെന്നാണോ, അതോ നിയമം നടപ്പാക്കും, ഞങ്ങൾ നീതിയുടെ മാർഗത്തിലൂടെ പോകുമെന്നാണോ? അങ്ങനെ പകരം ചോദിക്കുക, അങ്ങനെ അടിക്കുക, തിരിച്ചടിക്കുകയല്ലേ നമുക്കറിയാം ഈ യൂത്ത് കോൺഗ്രസും KSUവും ഒക്കെ കൂടുതൽ കരുത്താർജിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് സതീശന്റെ പിള്ളേരെന്ന് പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ, PC വിഷ്ണുനാഥ്, അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ, അങ്ങനെ ഒരു പുതുമുഖം അഭിജിത്ത്, അങ്ങനെയുള്ള ഒരു കൂട്ടം യുവ നേതാക്കൾ ഉയർന്നു വന്നപ്പോഴാണ് KSUവും യൂത്ത് കോൺഗ്രസും വീണ്ടും ഒന്ന് കരുത്താർജിച്ചത്. നിങ്ങൾക്ക് ശരിക്കും ഈ SFIയോടും അല്ലെങ്കിൽ DYFIയോടും അവരുടെ പൊതുവെ നമ്മൾ പറയാറുണ്ട്, അവര് അടിത്തറ സ്ട്രോങ് ആക്കാൻ SFIയും അതുപോലെ തന്നെ DYFIയും ഒക്കെ പ്രവർത്തിക്കുന്നവരാണ് എന്ന്. പലപ്പോഴും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അത് അടിത്തറയിൽ കൂടുതൽ ഊർജിതമാക്കാനുള്ള ഒരു ശ്രമമായിരിക്കുമോ ഇനി? അധികാരം നിങ്ങൾക്കാണ് എങ്കിൽ തന്നെയും ഈ 10 വർഷക്കാലം നിങ്ങൾ പ്രവർത്തിച്ചത് അത് ഇതുപോലെ തന്നെ മാതൃകയാക്കി മുൻപോട്ട് കൊണ്ടുപോകുമോ? എന്തായാലും തിരിച്ചെല്ലാവരും പ്രശ്നങ്ങളൊന്നും പോകത്തില്ല. നമ്മളെല്ലാവരും ഒരുപോലെ കാണുവാണ്. അവർ വേറൊരു പാർട്ടിയായാലും അവരെ ഒരുപോലെ കാണുന്നു, നമ്മൾ സഹകരിക്കുന്നു, എല്ലാം ചെയ്യും. ആരെയും പ്രതികാരമായിട്ടും അങ്ങനെ. അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ 10 വർഷക്കാലത്ത് നമ്മൾ കേട്ട ക്യാമ്പസുകളിലെ ഒരു മർദ്ദന മുറയുണ്ട്, ഇടിമുറി, SFIയുടെ ഇടിമുറി ഒരു വലിയ ചർച്ചാ വിഷയം തന്നെ ആയിരുന്നു. അപ്പോൾ അധികാരം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവര് കുറച്ചുകൂടി അതിന്റെ ഒരു ഗുണ്ടായിസം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കലാലയങ്ങളിലെ ഈ ഇടിമുറികൾക്ക് അതിനെ ഒരു പൊളിച്ചെടുത്ത് പ്രതീക്ഷിക്കാമോ? ഇടിമുറി വേണ്ടെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. നമുക്ക് കിട്ടൂല, നമ്മൾ തിരിച്ച് എല്ലാവരും മനുഷ്യരില്ല, തിരിച്ചങ്ങനെ കിട്ടരുത്. ഈ VD സതീശൻ നിങ്ങളുടെ ഒരു ശബ്ദമാകുമെന്ന് ഉറപ്പാണോ? ഉറപ്പായിട്ടും മാറും. മാത്രമല്ല നിരവധി നിയമസഭയിൽ MLA-മാരെ ഞങ്ങളുടെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ ഒരുപാട് നേതാക്കളുണ്ട്. പറഞ്ഞതുപോലെ SFIയുടെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ ക്യാമ്പസുകളിൽ ജനാധിപത്യം പുലരും നല്ലൊരു ഭരണം, 10 വർഷത്തെ പിണറായി ദുർഭരണം അവസാനിപ്പിച്ച് നല്ലൊരു ഭരണം തന്നെ മുതിർന്ന രമേശ് ചെന്നിത്തല അടക്കം ഏറ്റവും താഴെത്തട്ടിലുള്ള എല്ലാ നേതാക്കളെയും ഇവിടെ കൂടിയിരിക്കുന്ന ലക്ഷോലക്ഷം ജനങ്ങളെ എല്ലാവരും ഒരുമിച്ചുകൊണ്ട് ജനകീയ സർക്കാരായിരിക്കും ഈ 5 വർഷത്തെ VD സർക്കാർ. വേറൊരു കാര്യം പറയാനുണ്ട്. നമുക്ക് ഈ നടു റോഡിലിട്ട് ഷാഫി പറമ്പിലിനെ പോലും മൂക്ക് തല്ലിപ്പൊളിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം ഷാഫി പറമ്പിൽ ഒരു MP ആണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രവണതയായിരുന്നു അന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ പോലീസിലെ ഈ ഗുണ്ട ഒരു വൽക്കരണമുണ്ടല്ലോ ഈ പിണറായി സർക്കാരിന്റെ ഈ ഒരു 10 വർഷക്കാലത്ത്, അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പോലീസ് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ആഭ്യന്തരമന്ത്രിയുടെ ഉത്തരവല്ലേ അവർക്ക് നടപ്പാക്കാൻ പറ്റും. ചിത്തവണ പോലീസും ജനകീയമായ അല്ല, പക്ഷെ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. ഈ പോലീസിനുള്ളിൽ തന്നെ ഈ പറയുന്ന ഒരു CPM ഗുണ്ട ജനകീയമായ പോലീസായിരിക്കും, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന സർക്കാരായിരിക്കും. എല്ലാ തരത്തിലും കഴിഞ്ഞ 10 വർഷത്തെ ദുർഭരണത്തെ മാറ്റിയിരുന്ന സർക്കാരായിരിക്കും. എല്ലാ വകുപ്പുകളിലും
മികവുറ്റ മന്ത്രിമാരായിരിക്കും എല്ലാ വകുപ്പുകളിലും, പോലീസിലായാലും ഇവരുടെ വിദ്യാഭ്യാസത്തിലായാലും എല്ലാ വകുപ്പുകളും. ഏറ്റവും ജനകീയമായ സർക്കാർ, കേരള ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു മുഖ്യമന്ത്രി നമുക്ക് കിട്ടി. ഏറ്റവും മികച്ച മന്ത്രിമാരും ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഏറ്റവും മികച്ച MLA-മാരും, 102 MLA-മാരും UDF-ഉണ്ട്. പ്രതിപക്ഷ MLA-മാരും 35 പേരുണ്ടെങ്കിലും അവരെ പിന്തുണ ഞങ്ങൾ ആയിരുന്നു. കാരണം ഒരുമിച്ച് നിന്നാൽ നമുക്ക് കേരളത്തിന് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് നിന്ന് നല്ലൊരു സർക്കാർ 5 വർഷം ഉണ്ടാവുന്നതാണ്. നമുക്കറിയാം, ഒരു കോന്നിയിൽ നടന്ന ഒരു പരിപാടിയിൽ വെച്ചിട്ട് CMA ഒരു ചോദ്യം എന്ന് ചോദിച്ചപ്പോൾ പിണറായി പറഞ്ഞു അങ്ങ് വീട്ടിൽ പോയി ചോദിക്കാൻ. സതീശൻ അങ്ങനെ ആയിരിക്കുമോ? നമുക്ക് കാണാമല്ലോ, ചിരിച്ചുകൊണ്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇന്നലെ ഒരു മുഖ്യമന്ത്രി, ഞങ്ങൾ മാധ്യമത്തോടെ സെൽഫി എടുക്കുന്നതാണ് കണ്ടത്. ചിരിച്ചുകൊണ്ടൊരു മുഖ്യമന്ത്രി 10 വർഷം ആദ്യമായിട്ടാണ് കേരളം കാണുന്നത്. അത് തന്നെ ഒരു മാറ്റമാണ്. ജനങ്ങളോടൊപ്പം ഇറങ്ങി നിൽക്കുന്ന, പണ്ടത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പോലെ ജനകീയമായ ഒരു ഗവൺമെന്റ്, പ്രൈം ടൈം ബാക്ക് എന്നാണ് ഞങ്ങൾ പറയുന്നത്. കോൺഗ്രസ് കാലം വരുന്ന ജനങ്ങൾക്കാരെ സന്തോഷമാണ്. കുടിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, ജനങ്ങളുണ്ട്. ജനങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ളത് UDF ഗവൺമെന്റ് തിരിച്ചു വന്നില്ല, അവരാണ് ഏറ്റവും. UDF പ്രവർത്തകരെക്കാട്ടി ജനങ്ങൾക്കാണ് സന്തോഷം. ഞങ്ങൾ മാധ്യമപ്രവർത്തകരോട് കണക്ക് പുറത്തെന്ന് പറയുമോ? നിങ്ങളെ ചേർത്ത് പിടിച്ചു. മാധ്യമപ്രവർത്തകരും ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ്, സർക്കാരിന്റെ ഭാഗം തന്നെയാണ്. നിങ്ങൾ തന്നെ കണ്ടില്ലോ, മാധ്യമപ്രവർത്തകരോടൊപ്പം സെൽഫി എടുക്കുന്ന മുഖ്യമന്ത്രിയെ കണ്ടില്ല. അപ്പൊ എന്തായാലും ഈ യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും ഒക്കെ വലിയൊരു ആവേശത്തിലാണ്. ഒരു ജനകീയ സർക്കാർ, എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു സർക്കാരായിരിക്കും VD സതീശന്റെ കീഴിൽ ഈ 5 വർഷക്കാലം ഉണ്ടാകുക എന്ന് യൂത്ത് കോൺഗ്രസും KSUക്കാരും എല്ലാം നമുക്ക് പ്രോമിസ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു മികച്ച രീതിയിൽ 5 വർഷക്കാലം ഭരിക്കാൻ അദ്ദേഹത്തിനും ഒപ്പമുള്ള എല്ലാ മന്ത്രിമാർക്കും കഴിയട്ടെ. എല്ലാ ആശംസകളും നേരുന്നു.